തത്സമയം കണ്ടറിയുക എന്നതാണല്ലോ ദേശീയപാതയുടെ പണി എങ്ങനെയായി എന്ന്. ആദ്യം കാസർഗോഡ് നിന്ന് സിജു കണ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഏറ്റവും കൂടുതൽ പണി പൂർത്തിയായ ഇടം കൂടിയാണല്ലോ കാസർഗോഡ്. സിജു, ഗുഡ് മോർണിംഗ്. നമ്മുടെ ദേശീയപാത ഏറ്റവും കൂടുതൽ പണി പൂർത്തിയായി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സ്ഥലമാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. ആദ്യ റീച്ച് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഊരാളുങ്കൽ അവരുടെ പണി പൂർത്തിയാക്കി മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. മനു, തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ദേശീയപാത 6 വരി പാത വികസനത്തിൽ ഏറ്റവും ആദ്യം പൂർണ്ണസജ്ജമായി എന്ന് പ്രഖ്യാപിച്ച ഒരു റീച്ചിലാണ് ഞാൻ നിൽക്കുന്നത്. തലപ്പാടി ചെങ്കള റീച്ച്. ഇതിന്റെ നിർമ്മാണ കരാറുകാർ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തെ മിനുക്കുമണികളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ഇവിടെ വരുമ്പോൾ, കാസർഗോഡ് വരുമ്പോൾ, ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി വാഹനങ്ങൾ ഇവിടെ കാണുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഊരാളുങ്കലുമായി അതിന്റെ അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവരുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് മറ്റ് ജോലി നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. വളരെ കുറച്ച് വാഹനങ്ങളും തൊഴിലാളികളും മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് ഊരാളുങ്കൽ പറയുന്നത്. കാരണം ഈ മാസം അവസാനത്തോടുകൂടി ഇതിന്റെ അവസാനഘട്ട മിനുക്കുപണികൾ കൂടി പൂർത്തിയാക്കിക്കൊണ്ട് ദേശീയപാത അതോറിറ്റിക്ക് ഈ റീച്ച് പൂർണ്ണമായും കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിന്റെ റോഡ് കൃത്യമായി 3 വരി പാത വേർതിരിച്ചുകൊണ്ട് കൃത്യമായി വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സിഗ്നലുകൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്ന ചെറിയ അന്തിമഘട്ട ജോലികൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ മനു ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച സ്ഥലം തന്നെയാണ്. ഈ ദേശീയപാതയിൽ കേരളത്തിന് തന്നെ അഭിമാനമായി നിലകൊള്ളുന്ന ഒറ്റത്തൂൺ മേൽപ്പാലം. അതിന്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കാസർഗോഡ് നഗരത്തിന് ഒരു ആടയാഭരണം പോലെ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്ന ഒരു ഒറ്റത്തൂൺ മേൽപ്പാലത്തിന് മുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ മേൽപ്പാലത്തിന് താഴെയാണ് ഇപ്പോൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് കാണുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ മേൽപ്പാലത്തിൽ കൂടി വാഹനങ്ങൾ കുതിച്ചുപായുന്നു. നമ്മുടെ സംസ്ഥാനത്തെ ഗതാഗത രംഗത്തിന് കുതിപ്പേകി എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കറന്തക്കാട് ഫയർ സ്റ്റേഷന് സമീപത്ത് നിന്നും നുള്ളിപ്പാടി അയ്യപ്പൻ ക്ഷേത്രം വരെ നീണ്ടു നിൽക്കുന്ന 1.12 കിലോമീറ്റർ നീളമുള്ള ദേശീയപാതയിലെ ഒറ്റത്തൂൺ മേൽപ്പാലമാണിത്. ഈ പാലത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. കാരണം ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും നീളവും വീതിയുമുള്ള ബോക്സ് ഗർഡർ മാതൃകയിലുള്ള ഒറ്റത്തൂൺ പാലം എന്നൊരു പ്രത്യേകതയാണ് ഇതിനുള്ളത്. അങ്ങനെ ദക്ഷിണേന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു പാലമാണ്. ഏറ്റവും നീളവും വീതിയുമുള്ള പാലമാണ്. നമുക്ക് ഈ റോഡിലൂടെ കാണാൻ കഴിയും. മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്നത് കാണാൻ കഴിയും. ഈ കാസർഗോഡ് നഗരത്തിൽ ഇത് പൂർണ്ണമായും തുറന്നു കൊടുത്തതോടുകൂടി ഗതാഗത സ്തംഭനം ഒഴിവായിട്ടുണ്ട്. നേരത്തെ വലിയ കുരുക്കുകൾ ഉണ്ടാകുന്ന സ്ഥലമായിരുന്നു ഈ മേഖല. ചരക്ക് വാഹനങ്ങളും അതോടൊപ്പം തന്നെ ദീർഘദൂര വാഹനങ്ങളും എല്ലാം തന്നെ ഇതുവഴി കടന്നുപോയി തുടങ്ങിയതോടുകൂടി ഈ മേൽപ്പാലത്തിനും വാഹനത്തിന് കുറവുണ്ട്. അതോടൊപ്പം തന്നെ മേൽപ്പാലത്തിന് താഴെയുള്ള സർവീസ് റോഡിലും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും എല്ലാം തന്നെ വലിയ തോതിൽ ഗതാഗത കുരുക്ക് അഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ കേരളത്തിൽ തന്നെ ദേശീയപാത വികസനം ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നു. അതിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ആദ്യ റീച്ചാണിത്. ഏറ്റവും അവസാനത്തെ മിനുക്കുമണികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പൂർണ്ണ സജ്ജമായി എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ ഇവിടെ സന്ദർശിച്ച് ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ആദ്യ റീച്ചാണ്. ഒരു സഹകരണ സ്ഥാപനം എന്ന നിലയിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. കാരണം രാജ്യത്തെ വൻകിട കരാർ കമ്പനികളുമായി മത്സരിച്ചുകൊണ്ടാണ് ദേശീയപാത വികസനത്തിന്റെ ആദ്യ റീച്ചിൽ അവർ കരാർ നേടിയെടുത്തത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ 3 റീച്ചിന്റെ പരിധിയിലാണ്, മനു നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിൽ 3 റീച്ചിന്റെ പരിധിയിലാണ് കാസർഗോഡ് ജില്ലയിൽ ദേശീയപാത വരുന്നത്. 79 കിലോമീറ്റർ ദൂരം. തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ആദ്യ റീച്ചിൽ 39 കിലോമീറ്റർ. അതിന്റെ നിർമ്മാണ കരാറുകാർ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. അതോടൊപ്പം പിന്നീട് വരുന്നത് ചെങ്കള മുതൽ നീലേശ്വരം വരെയുള്ള അടുത്ത റീച്ചാണ്. ആ റീച്ചിന്റെ നിർമ്മാണ കരാറുകാർ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, ഹൈദരാബാദ് ആസ്ഥാനമായ സ്ഥാപനമാണ്. പിന്നീട് നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരുന്ന റീച്ചിൽ 7 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ടാമത്തെ റീച്ചിൽ 33 കിലോമീറ്റർ. നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ള റീച്ചിൽ കാസർഗോഡ് ജില്ലയിൽ വരുന്നത് കാലിക്കടവ് വരെ 7 കിലോമീറ്റർ. അങ്ങനെ ആകെ 79 കിലോമീറ്റർ ദൂരമാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്നത്. അതിൽ ആദ്യ റീച്ച് പൂർത്തിയായി കഴിഞ്ഞു. രണ്ടാമത്തെ റീച്ചിലും മൂന്നാമത്തെ റീച്ചിന്റെ ഭാഗമായുള്ള 7 കിലോമീറ്ററിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ
നിർമ്മാണ പ്രവർത്തനം മന്ദഗതിയിൽ പോകുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി നിർമ്മാണ പ്രവർത്തനം അതിവേഗം മുന്നോട്ട് പോകുന്നു. കുടുക്കുകൾ ഉണ്ടായിരുന്ന അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ദേശീയപാത അതോറിറ്റി അധികൃതരോടും എല്ലാം കൈകോർത്തുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് അവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. ദേശീയപാതയുടെ ഒരു പ്രത്യേകത, ഈ ആദ്യ റീച്ചിന്റെ പ്രത്യേകത 4 പ്രധാന പാലമുണ്ട്, അതോടൊപ്പം തന്നെ 4 ചെറിയ പാലമുണ്ട്, 21 അടിപ്പാത, 10 മേൽപ്പാലം, 2 ഓവർപാസ് തുടങ്ങിയവയാണ് ഈ റീച്ചിലുള്ളത്. അതെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഞാൻ ഈ നിൽക്കുന്ന മേൽപ്പാലത്തിന് പുറമെ ഉപ്പള നഗരത്തിൽ 210 മീറ്റർ നീളത്തിലുള്ള ഒരു മേൽപ്പാലമുണ്ട്. അതെല്ലാം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ദേശീയപാതയിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ഒരു വശത്തേക്ക് 3.5 മീറ്റർ വരി വീതമാണുള്ളത്. അങ്ങനെ മറുവശത്തും സമാനമായ രീതിയിൽ 3.5 മീറ്റർ വീതിയുള്ള 3 വരി വീതം, അങ്ങനെ 6 വരിപ്പാത, ഇരുവശങ്ങളിലേക്കും യാത്ര ചെയ്യാവുന്ന 7 മീറ്റർ വീതിയുള്ള സർവീസ് റോഡുകൾ. അത് ഈ പാലത്തിന് മുകളിലായതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന് തൊട്ട് താഴെ സർവീസ് റോഡുകൾ 7 മീറ്റർ വീതിയുള്ള സർവീസ് റോഡുകൾ വരും. അതിൽ മെർജിംഗ് പോയിന്റുകൾ വരും, ബസ് ബേ വരും, കാൽനട മേൽപ്പാലം വരും, ഫ്ലൈ ഓവർ വരും, അടിപ്പാതകൾ വരും, പാലങ്ങൾ വരും. ഇങ്ങനെ കേരളത്തിന്റെ തന്നെ മുഖച്ഛായ മാറുന്ന രീതിയിലേക്കാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏതായാലും